ഇന്ന് അൺബോക്സ് ചെയ്യാൻ കിട്ടിയിരിക്കുന്നത് ആമസോൺ ബേസിക്കിൻ്റെ ഒരു ഹെവി ഡ്യൂട്ടി സ്റ്റാപ്ലർ ഗണ്ണാണ്. വിത്ത് സ്റ്റാപ്ലറോട് കൂടി നമ്മൾ ആമസോണിൽ നിന്ന് തന്നെ വാങ്ങാൻ കിട്ടുന്ന ഒരു പ്രോഡക്റ്റാണ്. ആമസോൺ ബേസിക്കിൻ്റെയാണ്. അവർ വളരെ നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റുകൾ മാത്രം സെലക്ട് ചെയ്ത് അവരുടെ ബ്രാൻഡിങ് ഒട്ടിച്ചിട്ട്, ഇത് അവരുണ്ടാക്കുന്ന പ്രോഡക്റ്റ് ഒന്നുമല്ല, ഒരു വേറെ പ്രോഡക്റ്റിനെ ബ്രാൻഡ് ചെയ്തിരിക്കുന്നതാണ്. ബെസ്റ്റ് ക്വാളിറ്റി ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങിച്ച് അവർ ബ്രാൻഡ് ചെയ്യുന്നതാണ്, അവരുടെ നെയിം കൊടുത്തിട്ട് അവർ സെല് ചെയ്യുന്നതാണ്. വളരെ നല്ല ക്വാളിറ്റി ആയിട്ടാണ് അവർ. മുമ്പ് ഞാൻ പല സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്, അതെല്ലാം നല്ല ക്വാളിറ്റി ആയിരുന്നു. അതുകൊണ്ടിട്ടാണ് ഞാൻ ഇപ്പോഴും അതിൻ്റെ തന്നെ സെലക്ട് ചെയ്തത്. അതായത് തുറക്കുമ്പോൾ യൂസർ മാനുവലും അതെങ്ങനെ യൂസ് ചെയ്യണം എന്നൊക്കെ ഉള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷിലുണ്ട്, ചൈനീസ്, അങ്ങനെ ഒരുപാട് ലാംഗ്വേജിലുണ്ട്. ഇതാണ് ആ സ്റ്റാപ്ലർ. ഹെവി ഡ്യൂട്ടിയാണ് ഇത്. നമുക്ക് വുഡിലോ ക്രാഫ്റ്റ് ചെയ്യുമ്പോഴോ നമുക്ക് ഫർണിച്ചർ ഉണ്ടാക്കുമ്പോൾ ഉള്ള കുഷൻ ചെയ്യുമ്പോഴോ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും നമുക്കിത് യൂസ് ചെയ്യാൻ സാധിക്കും. ഇത് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിനകത്ത് ഒരു യൂസർ മാനുവലുണ്ട്. ഇത് പല ലാംഗ്വേജിലായിട്ട് അതിൻ്റെ യൂസ് എങ്ങനെ ചെയ്യാം, അതിൻ്റെ പിന്നിൻ്റെ ഹൈറ്റ്, ലെങ്ത്, അങ്ങനെയൊക്കെ ഉള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് തന്നെ ഇതിൻ്റെ സ്റ്റാപ്ലർ പിന്നും 3 ഐറ്റം ഉണ്ട്. അത് 3 ഐറ്റം ഉണ്ടോ എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ആ 3 ഐറ്റം ഉണ്ട്. ചാനൽ ടൈപ്പും ഉണ്ട്, യു ടൈപ്പ് ഉണ്ട്. വുഡ് വർക്കിൽ നമ്മളുടെ കുഷൻ സെറ്റ് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് യൂസ് ചെയ്യുന്നത്. ഇത് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ വുഡ് മെറ്റീരിയൽ കേബിൾ റൂട്ടിങ്ങിന്, വയറൊക്കെ റൂട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ടാഗൊക്കെ ചെയ്ത് പോവുകയാണെങ്കിൽ ചെയ്യാനുള്ളതാണ് ഈ ഒരു ഐറ്റം വരുന്നത്. പിന്നെ വരുന്ന നെയിലാണ്. ടീ നെയിൽ എന്നാണ് പറയുന്നത്. നെയിൽ പോലെ നമ്മളെ മുള്ളാണിയേക്കാളും ചെറിയ ഒരിതാണ്. ഇതൊരു 1 സെൻറ്റിമീറ്റർ അത്രയും നീളമേ ഇതിനകത്തുള്ളൂ. ഇതും ഈ 3 ഐറ്റമാണ് ഈ ബോക്സിനകത്ത് അവർ തന്നിട്ടുള്ളത്. ഇത് നമുക്ക് അഡീഷണലി നമുക്ക് എത്ര വേണോ നമുക്ക് ആമസോണിൽ നിന്ന് തന്നെ വാങ്ങാൻ കിട്ടും, അല്ലെങ്കിൽ നമുക്ക് ലോക്കൽ ഷോപ്പിലും ഇതേ സാധനം വാങ്ങാൻ കിട്ടുന്നതാണ്. ഇത് നമുക്ക് അല്ലാതെ യൂസ് ചെയ്യാത്ത സമയത്ത് നമുക്കിത് ലോക്ക് ചെയ്ത് വയ്ക്കാം. ജസ്റ്റ് റിലീസ് ചെയ്യുമ്പോൾ ലോക്ക് റിലീസായി. അതിനുശേഷം പിൻ ഇൻസേർട്ട് ചെയ്തതിനു ശേഷം നമ്മൾ ട്രിഗർ ചെയ്യുമ്പോൾ ഒരു ഹാമറിങ് എഫക്റ്റാണ് ഇവിടെ വരുന്നത്. ഇതിനകത്തൂടെ നമുക്ക് പിന്ന് റേസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് നമുക്ക് അതിൻ്റെ ടോർക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, നമുക്ക് എത്രത്തോളം താഴണം. ഇപ്പോൾ നമ്മൾ കേബിളൊക്കെ റൂട്ട് ചെയ്യണ സമയത്ത് നമ്മളിത് -8 വേണം ചെയ്യാൻ കരുതി, അല്ലെങ്കിൽ ഈ കേബിളും കൊണ്ട് അമർന്നങ്ങ് പോകും. അതായത് എത്രത്തോളം ആഴത്തിലേക്ക് ഈ പിന്ന് ഇറങ്ങി ചെല്ലണമെന്ന് കാണിക്കാനുള്ളതാണ് ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്. ഇത് നമുക്ക് ആദ്യം ഫുള്ളായിട്ട് മൈനസിൽ വയ്ക്കാം. ഫുള്ളായിട്ട് മൈനസിൽ വെച്ചു. അതിനുശേഷം ഇത് നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റുന്നത് ഇതിങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ജസ്റ്റ് ക്ലിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മളിങ്ങനെ പ്രസ് ചെയ്തിട്ട് നമ്മളതിങ്ങനെ ആക്കിയെടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ ട്രേ പോലെ വരും. ഇതിനകത്ത് നമ്മളുടെ പിന്ന് നമ്മൾ ഇൻസേർട്ട് ചെയ്യണം. നമ്മളിതാ പിന്ന് ഈ ഒരു ചാനലിൽ കൂടെ നമ്മൾ ഇൻസേർട്ട് ചെയ്ത് ഇങ്ങനെ അങ്ങ് ഇടണം. ഒരെണ്ണം ഇട്ടാൽ മതി. അതിനുശേഷം ഇത് കറക്റ്റായിട്ട് ഈ ഒരു പൊസിഷനിൽ മാത്രമേ ഇത് കയറുകയുള്ളൂ. ഇങ്ങനെ എടുത്ത് വിടുക, പ്രസ് ചെയ്യുക. ഇനി നമ്മൾ ശ്രദ്ധിച്ച് ചെയ്തില്ലേ നമ്മളെ കയ്യിലോ ഒക്കെ ഇരുന്ന് ഗണ്ണാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ കരുതി ഒരു തടി പീസിൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇതൊരു പഴയ ഒരു തടി പീസാണ്. ഇപ്പോൾ -8 ഇപ്പോൾ ഒരു പകുതി ഗ്യാപ്പ് ഇട്ടാണ് ഇതിപ്പോൾ കയറിയിരിക്കുന്നത്. ഇത് തന്നെ നമുക്കൊന്ന് ടോർക്ക് കൂട്ടിയിട്ട് ചെയ്യാം. ഇതങ്ങനെ ഇത് ഫ്ലൈവുഡ് ഒന്നുമല്ല, നമ്മളെ ശരിക്കുള്ള പലകയാണ്.
നല്ല കട്ടിയുള്ള പലകയാണിത്. ഇത് തേക്കിൻ്റെയോ പ്ലാവിൻ്റെയോ ആണ്. ഇത് മുമ്പ് ഇവിടെ വീട് പണിക്ക് ഉണ്ടായിരുന്നപ്പോൾ അതിന് മിച്ചം വന്ന ഒരു സാധനമാണ്. ഇതിപ്പോൾ ഞാൻ ഫുൾ ടൈറ്റ് ആണ് ഞാൻ ചെയ്തിരിക്കുന്നത്. പ്ലസ്സിൽ ഫുള്ള് ടൈറ്റാണ് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇത് ഫുള്ള് കയറിയിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് ഇതിൻ്റെ തന്നെ യു ചാനൽ യൂസ് ചെയ്ത് നോക്കാം. ഇത് റിലീസ് ചെയ്യാൻ വളരെ ഈസിയാണ്. ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്യുക, ഇങ്ങനെ എടുക്കുക, ഇതിനകത്തുള്ള പിന്നെടുത്ത് മാറ്റുക, ഇതിലേക്ക് ജസ്റ്റ് ഇടുക. വീണ്ടും ഈ ലോക്ക് ഇതിനകത്ത് ഇടുക, പ്രസ് ചെയ്യുക. ഇത് കറക്റ്റായിട്ട് നമുക്ക് ആ വയർ ഇതിനകത്ത് കടന്നു പോകേണ്ട രീതിയിലുള്ള, അതായത് വയർ അല്ലെങ്കിൽ ടാഗ്, അങ്ങനെ കേബിൾ റൂട്ടിങ്ങിനാണ് ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിനകത്തൂടെ നമുക്ക് നീറ്റായിട്ട് വയറിങ്ങനെ കൊണ്ടുപോകാൻ സാധിക്കും. അടുത്ത് നമുക്ക് അതിൻ്റെ ഒരു നെയിൽ യൂസ് ചെയ്ത് നോക്കാം. അതും ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ എടുത്താൽ മതി. ഇങ്ങനെ എടുക്കുക. അടുത്ത നെയിൽ ഇൻസേർട്ട് ചെയ്യേണ്ടത് ഇവിടെ സൈഡിൽ കൂടെയാണ്. അങ്ങിട്ടാൽ മതി. ഇടുക. ഇത്രയും കട്ടിയുള്ള ഇതിൽ പോലും ഈസി ആയിട്ട് ഫുള്ളായിട്ട് കയറിയിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ അളവ് 10 മുതൽ 12 mm. അത് ഇത് നമ്മളെ T പിന്ന് വന്നിട്ട് 10 to 14 ആണ്. അടുത്ത് സ്റ്റാപ്ലർ പോലത്തെ പിന്ന് വന്നിട്ട് 4 to 14 ആണ്. 4 മുതൽ നമുക്ക് യൂസ് ചെയ്യാം. അതായത് നമ്മളെ സാധാരണ അല്ലാണ്ട് നമ്മൾ പേപ്പറിനൊക്കെ ക്ലിപ്പ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന 4 മുതൽ 14 mm വരെയുള്ളത് നമുക്കിത് യൂസ് ചെയ്യാൻ സാധിക്കും. ഇതിൽ ഇപ്പോൾ 200 എണ്ണമാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് എത്ര mm ആണെന്നുള്ള കാര്യങ്ങളൊന്നും ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടില്ല. ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്.